സൗന്ദര്യവൽക്കരണത്തിനുമുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കൊച്ചി വടുതലയിൽ ദമ്പതികളെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. അയൽവാസി വില്യമാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ വടുതല സ്വദേശി ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം വില്യം തൂങ്ങി മരിച്ചു. ടോം കുര്യാക്കോസ് ഉണ്ട് വാർത്തയുടെ വിശദ വിവരങ്ങളുമായി. ടോം, ഈ വില്യം, ഈ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും തമ്മിലുള്ള ബന്ധം എന്താണ് കൂടുതൽ സംഭവം? ഇത് രാത്രി 8 മണിക്കാണ് സംഭവം ഉണ്ടായത്. വടുതല ഫ്രീഡം നഗറാണ്. ഇത് ഈ സ്ഥലത്താണ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ ദമ്പതികളെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതായത് ഈ ദമ്പതികൾ ക്രിസ്റ്റഫറും മേരിയും അവർ സഞ്ചരിച്ച വാഹനമാണിത്. നമുക്കറിയാം, തീ കത്തി ഭാഗികമായി നശിച്ച നിലയിലാണ് ഈ സ്കൂട്ടർ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വാഹനത്തിൽ ഇവർ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതാണ്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇതാണ് ഈ കൊലപ്പെടുത്തിയ ആളുടെ, കൊലയാളിയുടെ വീടിതാണ്. ഇതിന് തൊട്ട് പുറകിലാണ് ഈ കൊല്ലപ്പെട്ട ക്രിസ്റ്റഫറുടെയും മേരിയുടെയും വീട്. അതായത് ഈ വീട്ടിൽ നിന്നും 2 വീടിന് തൊട്ട് പിന്നിലാണ് ഈ കൊലപ്പെടുത്താൻ, അതായത് തീ പൊള്ളലേറ്റ ആളുകളുടെ 2 പേരുടെയും വീടതാണ്. അതായത് ഇരുവരും തമ്മിൽ, ഈ 2 കുടുംബങ്ങളും തമ്മിൽ കുറേ നാളുകളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് അയൽത്തർക്കം ഉണ്ടായിരുന്നു. ഈ അയൽത്തർക്കത്തെ തുടർന്ന് കുറേ നാളുകളായി ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതേ തുടർന്നാണ് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതായത് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് ക്രിസ്റ്റഫറും മേരിയും ഈ സ്കൂട്ടറിൽ ഈ സ്ഥലത്തേക്ക്, വീട്ടിലേക്ക് വരുന്ന വഴി ഇവരെ തടയുകയാണ്. വില്യം ഇവരെ തടയുന്നു. അങ്ങനെ വില്യം തടഞ്ഞു എവിടേക്കാണ് പോയതെന്ന് ചോദിച്ച് ഇവരുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ച് അതേ തുടർന്ന് പിന്നീട് ദേഹത്തേക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത്. പിന്നീട് ഉടൻ തന്നെ ഇതാണ് ഈ വില്യമിന്റെ ഈ കൊലപ്പെടുത്താൻ ശ്രമിച്ച, അതായത് പ്രതിയുടെ വീട്, വില്യമിന്റെ വീട് ഇതാണ്. വീടിനുള്ളിൽ ഇപ്പോൾ അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം വില്യം വീടിനുള്ളിൽ പ്രവേശിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. വില്യമിന്റെ മൃതദേഹം ഈ വീടിനുള്ളിൽ ഉണ്ട്. പോലീസ് സ്ഥലത്തെത്തി പൂർണ്ണമായും ഇത് ബന്ദോബസ്താക്കിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം. നാട്ടുകാർ ഈ സംഭവത്തിന്റെ നടുക്കത്തിലാണ് ഉള്ളത്. നമുക്ക് നാട്ടുകാരൻ തന്നെ നമുക്ക് ചേരുന്നുണ്ട്. ചേട്ടാ, ഏറെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ്. 2 പേരെ, അതായത് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കും വളരെ വേദനാജനകമായൊരു വിഷയമായിപ്പോയി. ഞാൻ സംഭവം നടക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒച്ച കേട്ട് ഞാൻ വന്നതാണ്. അന്നപ്പോൾ ഈ സ്കൂട്ടർ കത്തി നിൽക്കണ ആളുകളുടെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഇത് ഇരുവരും തമ്മിൽ, ഈ ക്രിസ്റ്റഫറും വില്യം തമ്മിൽ കുറെ നാളുകളെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതെന്താ അതിന്റെ കാരണം? അത് വെറും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാണ്ട് ഒരു അതിർത്തി തർക്കമൊന്നുമല്ല. പല ചാനലുകളും അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കേണ്ട അതിർത്തി തർക്കം അതല്ല വാസ്തവത്തിൽ. അതെന്ന് വെച്ചാൽ ഈ വില്യംസ് ഒറ്റയ്ക്ക് ജീവിക്കണമല്ല, അവിവാഹിതനാണ്. അപ്പോൾ ഇവിടെ നിൽക്കും, ഒരു ഫാമിലി പോകുമ്പോൾ എന്തെങ്കിലും നോക്കി. അത് ഇവരോട് മാത്രമുള്ള വിരോധമാണ്. ഇവരോട് മാത്രമായിട്ട് വർഷങ്ങളായിട്ടുള്ള സംഭവമാണിത്. അതിനുശേഷം ഈ ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ മലിനം എറിഞ്ഞതായിട്ടും മനുഷ്യവിസർജ്ജം എറിഞ്ഞതായിട്ട് കാണപ്പെട്ടു. അതാണ് ഇവർ തമ്മിൽ തർക്കം കൂടുതലായത്. അപ്പോൾ CCTV വെച്ചു. CCTV വെച്ചപ്പോൾ ഈ വീടിൻ്റെ നേരെയായി. അപ്പോൾ അത് വില്യംസിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കി. CCTV പിന്നെ നേരെ തിരിച്ചു വെച്ചെന്നുള്ള. അപ്പോൾ ആ ഒരു തർക്കമൊക്കെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വന്ന് ഞങ്ങൾ കൗൺസിലർ ഇടപെട്ടതൊക്കെ തീർത്തു കൊടുത്താണ്. അതൊക്കെ ഇവരോട് മാത്രം ഒരു വിരോധത്തിന് കാരണം എന്താ? ഇത് തന്നെ സംഭവം. നിങ്ങളോടൊക്കെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്നോടൊന്നുമില്ല. ഞങ്ങളോടൊക്കെ അങ്ങനെ ഒരു മോശമായിട്ടൊന്നും വില്യംസ് വരും. ഇയാള് ഈ ലഹരിക്ക് അടിമയാണെന്നൊക്കെ പറയും. ഇല്ല, ഒന്നുമില്ല. വില്യം ഇല്ല. പിന്നെന്താ, ഒരു മാനസിക പ്രശ്നമാണോ? ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടാകുന്ന അവിവാഹിതനല്ലേ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അത് കണ്ട ഒരു ചെറിയൊരു കുടിസുമുറിയിലാണ് താമസിച്ചിരുന്ന വെച്ചാൽ. അപ്പൊ അതിൽ നിന്നുണ്ടാകണം മാനസിക പിരിമുറുക്കം ഇരിക്കുള്ളൂ. ഈ ക്രിസ്റ്റഫർ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ക്രിസ്റ്റഫറിന്റെ ഡാഡിയും ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ ഈ അടുത്താണ് ക്രിസ്റ്റഫറിന്റെ അമ്മ മരിച്ചു പോയത്. ഒരു ദമ്പതികളാണ്, അവർക്ക് കുട്ടികളില്ല. ക്രിസ്റ്റഫർ തികഞ്ഞ ഒരു ഒരു മൃഗസ്നേഹിയാണ്. അവിടെ ചെന്നാൽ അറിയാൻ പറ്റും. പ്രാവും കിളികളും തത്തയും അങ്ങനെ ചെടി വളർത്തും, മീൻ വളർത്തും, അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിസർജനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടായത്. അതാണ് പോലീസ് കംപ്ലൈൻ്റ് ആയി. അത്
അങ്ങനെ ആയത്. അപ്പോൾ ആ സമയത്തൊക്കെ കൗൺസിലർ ഇടപെട്ട് അത് തീർത്ത വിഷയങ്ങളാണ്. കൗൺസിലർ കൂടി ഉണ്ട് ചേർന്നുണ്ട്. ഈ കൗൺസിലർക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ എന്താണ് ഇത്രയധികം വിരോധം ഈ കൊലപ്പെടുത്താൻ ശ്രമത്തിലേക്ക് വരും, തീ കൊളുത്താനുള്ള ശ്രമത്തിലേക്ക് വരും നീങ്ങാനുള്ള കാരണം എന്തായിരിക്കും? ഇത് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് എടുത്ത് അവരുടെ വീട്ടിലേക്ക് ഇടുന്നു അങ്ങനെയുള്ള പരാതി ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 2 പ്രാവശ്യം വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല ഏട്ടാ, ഞാനത് ശ്രദ്ധിച്ചോളാം, തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിക്കകത്തൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ആ രീതിക്കകത്ത് നമ്മളുടെ മുന്നിലേക്ക് വന്നില്ല. വന്നങ്ങനെ പ്രശ്നം നമ്മൾ പറഞ്ഞ് തീർത്താണ്. ഇനിയിപ്പോൾ ഈ പള്ളിയിൽ പോയി വരുമ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ നടക്കുന്നൊരു സംഭവം ഒരിക്കലും നമ്മളങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് ഇവരുടെ ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം ഒരു 50% പൊള്ളലേറ്റെന്ന് പറയുന്നുണ്ടല്ലോ. ചേട്ടന് 50%-ലധികം പൊള്ളലേറ്റുണ്ട്. ചേച്ചിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അത്ര ആയിട്ടില്ലെങ്കിൽ പോലും ഇത്തിരി മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, പോലീസ് നടപടി എങ്ങനെ സ്വീകരിച്ചു? പോലീസ് വളരെ വേഗത്തിൽ പോലീസ് ഇവിടെ എത്തി. അവർ വന്നാണ് സൈഡൊന്ന് പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങിക്കിടക്കുന്നത്. ഇത് എത്ര സമയത്തുള്ള? 8 മണിക്കാണ് സംഭവം. ഒരു 7:50 ശേഷം 8 മണി അടുത്ത സമയത്ത് ഉടൻ തന്നെ പോയിട്ട്, ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ പോയിട്ട് അതെ ഉടൻ തന്നെ പോയിട്ടുണ്ട്. തൂങ്ങി മരിച്ചേക്കാം. ഓക്കെ, ആ സമയത്ത് ആളുകൾ നാട്ടുകാരും പ്രതിരോധിക്കാനൊന്നും ശ്രമിച്ചില്ല? അല്ല, പെട്ടെന്നായിരുന്നു. അപ്പോൾ പിന്നെ നാട്ടുകാരെ സംബന്ധിച്ച് ഇയാളിങ്ങനെ തീ പിടിക്കുമ്പോഴേ അതിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വെപ്രാളത്തിലായിരുന്നല്ലോ ആ ഒരു. അതുകൊണ്ട് ഇയാളെങ്ങോട്ട് പോകണമെന്നുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല. അത് ഞാൻ ചോദിച്ചതോട്. അപ്പോൾ അവർ ഈ തീ പിടിക്കണുണ്ടപ്പോൾ 2 മനുഷ്യരല്ലേ, അപ്പോൾ അവരെങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള. പിന്നെ തൊട്ടടുത്ത വീടിൻ്റെ അവിടെ തന്നെയാണല്ലോ. അപ്പോൾ സ്ഥിരം ക്രിമിനലാണോ ഈ വില്യം? ഈ നേരത്തെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള പരാതികൾ വന്നു. പിന്നെ ഇവൻ ചേട്ടൻ്റെ മകനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഒരു 5-8 കൊല്ലം മുമ്പാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. ഈ അടുത്ത് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ. പിന്നെ കുടുംബാംഗങ്ങളൊക്കെ എവിടെയാണ്? ഇല്ല, ആരുമില്ല, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അല്ല, അച്ഛനും അമ്മയും അങ്ങനെ? അല്ല, മറ്റേ വേറെ ആരായിട്ട് അങ്ങനെ ഇവിടെ ആരെയും കാണാറില്ല. ഇയാൾ ഒറ്റയ്ക്കാണ് ഇങ്ങനെ ഉള്ളത്. ഇയാൾ ഈ നാടൻ പണിക്ക്, ഈ വാർണിഷ് അങ്ങനെ പണിക്ക് ഇയാൾ പോകും. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ഒട്ടേറെ പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ഇത്. നാട്ടുകാരായിട്ട് സഹകരിക്കാറില്ല. ഈ ക്രിസ്റ്റഫറും ഭാര്യ അവരെങ്ങനെയാണ് ആളുകളോടൊക്കെ? അവർ വേറെ തർക്കക്കാരല്ല, അവർ അസാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്. പക്ഷേ ഈ ഇതാണ് CCTV വെച്ചതാണ് പ്രശ്നം ഉണ്ടായത്. അതായിരിക്കും. കാരണം ഈ വേസ്റ്റ് എറിയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു തെളിവായിട്ട് വരണമല്ലോ. അപ്പം അതിൻ്റെ വൈരാഗ്യമായിരിക്കാം. ഇത് വാർഡ് കൗൺസിലറും നാട്ടുകാരനുമാണ് സംസാരിച്ചത്. അതായത് കുറേ നാളുകളായി വില്യമും ക്രിസ്റ്റഫറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് പതിവായി ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, ചില മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കാം അത്. കാരണം നേരത്തെ ഈ നാട്ടുകാർ സൂചിപ്പിച്ചതനുസരിച്ച് ക്രിസ്റ്റഫറുടെ വീട്ടിലേക്ക് ഈ വിസർജ്യ മാലിന്യങ്ങളൊക്കെ ഈ വില്യം കൊണ്ടുപോയിടും. അങ്ങനെ പതിവായി തുടർച്ചയായി ശല്യമായതോടെ ഈ ക്രിസ്റ്റഫർ വീട്ടിലൊരു CCTV വയ്ക്കുന്നു. അത് പ്രകോപനത്തിന് കാരണമായെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ വീടിന് തൊട്ട് പിന്നിലാണ്, അതായത് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച ഈ ഓടിട്ട വീടാണ് വില്യമിൻ്റേത്. അത് ആക്രമണം നടത്തിയ വില്യമിൻ്റേത്. അതിന് 2 വീട് പിറകിലാണ് ആക്രമണത്തിന് ഇരയായ ക്രിസ്റ്റഫറുടെയും മേരിയുടെയും വീട്. ഇതുപോലെ പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവരെ ശല്യപ്പെടുത്തുക, ആ ബുദ്ധിമുട്ട് ഉണ്ടായതെ തുടർന്ന് ക്രിസ്റ്റഫർ വീട്ടിൽ CCTV സ്ഥാപിക്കുന്നു. ഇതേ തുടർന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് വൈകുന്നേരം 8 മണിയോടുകൂടി ക്രിസ്റ്റഫറും ഭാര്യ മേരിയും പള്ളി കഴിഞ്ഞ്, അതായത് പള്ളിപ്പെരുന്നാളായിരുന്നു, അവിടെ നിന്ന് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. വീടിന് തൊട്ട് സമീപത്ത്, അതായത് വീട് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ ഇരുചക്ര വാഹനത്തിലെത്തിയ ക്രിസ്റ്റഫറേയും മേരിക്കും നേരെ വില്യം മണ്ണെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ 2 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആ സമയത്താണ് വീടിനുള്ളിലേക്ക് കയറിയ വില്യം തൂങ്ങി മരിച്ചത്. പോലീസ് എത്തിയപ്പോൾ വില്യം മരിച്ച നിലയിൽ വില്യമിനെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതേ പ്രവണത, അതായത് ഈ ക്രിമിനൽ സ്വഭാവമുള്ള, ഈ മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയായിരുന്നു വില്യമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഏറെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. കാരണം ഒരു ചെറിയ വടുതലയിൽ നിന്നും ഒരു ഫ്രീഡം കോളനിയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്താണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. നാട്ടുകാരൊക്കെ ഇതിൻ്റെ ഞെട്ടലിലാണ്. എന്തായാലും പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. മറ്റ് പ്രാഥമികമായ നടപടികളൊക്കെ ആരംഭിച്ച ശേഷമാണ് പോലീസ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. 2 പേരും ചികിത്സയിലാണ്. 50%-ഓളം പൊള്ളലേറ്റ ക്രിസ്റ്റഫറുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. മേരിയുടെ ദേഹത്തും സാരമായ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ്
നാട്ടുകാർ നൽകുന്ന വിവരം. ടോം, ഈ പറയുന്നത് പോലെ വില്യം ഒരു സ്ഥിര പ്രശ്നക്കാരനാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു 8 വർഷം മുൻപ് സഹോദരന്റെ മകന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്, പല ജനപ്രതിനിധികളും അതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അധികാരികൾ വേണ്ട തരത്തിൽ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലോട്ട് മനസ്സിലാക്കേണ്ടി വരുമോ? തീർച്ചയായും നമ്മളിപ്പോൾ കൗൺസിലർ സംസാരിച്ചപ്പോൾ അവരൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടവരാണ്. നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ട്. കാരണം ക്രിസ്റ്റഫറും മേരിയും അവർ മക്കളൊന്നുമില്ല, പക്ഷേ നാട്ടുകാരുമായി ആളുകളൊക്കെയായി വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മൃഗസ്നേഹിയാണ്. ഈ നാട്ടുകാരൻ പറയുന്നതനുസരിച്ച് ക്രിസ്റ്റഫറുടെ വീട്ടിൽ നിരവധി ജീവികളുണ്ട്, വളർത്തു മൃഗങ്ങളുണ്ട്. അങ്ങനെ ഒരു മനുഷ്യസ്നേഹി കൂടിയായിട്ടുള്ള ക്രിസ്റ്റഫർ, അങ്ങനെ ആരും ഉപദ്രവിക്കാത്ത, ആരെയും ശല്യപ്പെടുത്താത്തൊരു സാധുവായിട്ടുള്ള ഒരു നല്ല അയൽക്കാരൻ. പക്ഷേ ഈ വില്യമിൻ്റെ ഒരു സ്വഭാവ പ്രകൃതി, അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, മറ്റ് ബന്ധുക്കളില്ല. അതുകൊണ്ട് തനിച്ച് താമസിക്കുന്നു. അതിൻ്റെതായ മാനസികമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അയാളെ അലട്ടിയിട്ടുണ്ടാകാം. ഇത് പലതവണ ഈ ഇരുവരും, ഈ ക്രിസ്റ്റഫറും ഭാര്യയും നടന്നു പോകുമ്പോൾ ഇയാൾ മറ്റു രീതിയിലുള്ള ചില ഇവരെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ കമൻ്റ് അടിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ഈ ശല്യം പതിവായി. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വില്യം ഇവരുടെ വീട്ടിൽ വിസർജ്യ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നു. ഇതേ തുടർന്ന് ക്രിസ്റ്റഫർ ഒരു CCTV വീട്ടിൽ സ്ഥാപിക്കുന്നുണ്ട്. ആ CCTV വില്യമിൻ്റെ വീടിന് നേരെയാണ് ഇരുന്നത്. അതൊക്കെ ഒരുപക്ഷെ പ്രകോപന കാരണമായിട്ടുണ്ടാകാമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആക്രമണമാണ് ഇന്ന് രാത്രിയിൽ 8 മണിയോടുകൂടി ഉണ്ടാകുന്നത്. പള്ളിയിൽ നിന്നും നേരെ വരുന്നു ക്രിസ്റ്റഫറും ഭാര്യ മേരിയും പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിക്കുന്നു, മണ്ണെണ്ണ ഒഴിക്കുന്നു. അതേ തുടർന്ന് പിന്നീട് തീ കൊളുത്തുകയാണ് ഉണ്ടായത്. തീ കൊളുത്തി ഇരുവരും ഒരുപക്ഷെ മരിച്ചു എന്ന് കരുതിയാകാം ഈ വില്യം, അതായത് ആക്രമണം നടത്തിയ വില്യം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ടുപേരെയും, ക്രിസ്റ്റഫറെയും മേരിയെയും നാട്ടുകാർ തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയം പോലീസ് എത്തിയപ്പോൾ വീടിനുള്ളിൽ, അതായത് നമുക്ക് കാണുന്ന ആ തുറന്നു കിടക്കുന്ന ജനൽ വഴി നോക്കിയപ്പോൾ വില്യം തൂങ്ങി നിൽക്കുന്ന വില്യമിനെയാണ് കണ്ടത്. പക്ഷേ രണ്ടുപേരുടെയും നിലവിൽ ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില അല്പം മോശമാണ്. 50% ക്രിസ്റ്റഫറിന് പരിക്കേറ്റിട്ടുണ്ട്. മേരിയുടെ ആരോഗ്യനിലയും മേരിക്കും സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. കൊച്ചി വടുതലയിലാണ് ദമ്പതികളെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. അയൽവാസി വില്യമാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ക്രിസ്റ്റഫറിന് 50%-ഓളം തീപ്പൊള്ളലേറ്റിട്ടുണ്ട്. ഇരുവരെയും, ഭാര്യയെയും ക്രിസ്റ്റഫറിനെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫറും ഭാര്യയും ആശുപത്രിയിലാണ്, ഇപ്പോൾ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം വില്യം തൂങ്ങി മരിച്ചിട്ടുണ്ട്. വില്യം ഒരു സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് സമീപവാസികൾ പറയുന്നുണ്ട്. ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് സഹോദരൻ്റെ മകനെ തലയ്ക്കടിച്ചതിന് മുൻപ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ഥിരമായി ജനപ്രതിനിധികളും മറ്റുള്ളവരുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി അവിടെ ഉണ്ടാവുമായിരുന്നു എന്നാണ് പറയുന്നത്.